അങ്ങനെ കാത്തിരുന്ന നൊബേൽ സമ്മാനം ട്രംപിന്റെ കൈകളിലെത്തിയിരുന്നു. ഇത് നൊബേൽ സമ്മാന കമ്മിറ്റി നൽകിയ സമ്മാനമല്ല, പകരം നൊബേൽ സമ്മാന ജേതാവ് തന്നെ ട്രംപിന് നൊബേൽ സമ്മാനം കൊടുത്തിരിക്കുകയാണ്. ലോകം അമ്പരന്നൊരു വാർത്തയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. തനിക്ക് ലഭിച്ച സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകിയെന്ന് നൊബേൽ സമ്മാന ജേതാവും വെനസ്വലൻ പ്രതിപക്ഷ നേതാവുമായ മരിയ കൊരിന മച്ചാഡോ. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് മച്ചാഡോ ട്രംപിന് തന്റെ നൊബേൽ സമ്മാനം നൽകിയത് എന്ന് അന്താരാഷ്ട്ര മാധ്യമമായ BBC തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. വെനസ്വലയെ സംബന്ധിച്ച് ചരിത്രപരമായ ദിവസമാണ് ഇന്ന് എന്നായിരുന്നു ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയുള്ള മച്ചാഡോയുടെ പ്രതികരണം. പ്രസിഡന്റ് ട്രംപിനെ ആശ്രയിക്കാമെന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം തന്റെ പിന്തുണക്കാരോട് മച്ചാഡോ പറഞ്ഞു. ഇരുവരും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ട്രൂത്ത് പോസ്റ്റിലൂടെ നൊബേൽ സമ്മാനത്തിന്റെ വിവരം ട്രംപും പങ്കുവച്ചിട്ടുണ്ട്. മരിയ കൊരീന മച്ചാഡോയെ കാണാൻ സാധിച്ചത് എനിക്ക് ലഭിച്ച വലിയ ബഹുമതിയാണ്. അവർ ഒരു അസാധ്യ സ്ത്രീയാണ്. ഞാൻ ചെയ്ത പ്രവർത്തികൾ മുൻനിർത്തി മരിയ എനിക്ക് അവരുടെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൈമാറി. പരസ്പര ബഹുമാനത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണിത് എന്നാണ് ട്രംപ് കുറിച്ചത്. നന്ദി മരിയ എന്നുകൂടി ട്രംപ് കുറിച്ചു. വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ അമേരിക്ക അധിനിവേശത്തിലൂടെ പിടികൂടിയതിന് പിന്നാലെയാണ് ട്രംപും മച്ചാഡോയും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. താൻ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹനാണെന്ന് ട്രംപ് പലപ്പോഴും പ്രതികരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം പുരസ്കാരം മച്ചാഡോയ്ക്ക് ലഭിച്ചപ്പോൾ ട്രംപ് അതൃപ്തി പ്രകടമാക്കി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ട്രംപിന് സമാധാന പുരസ്കാരം കൈമാറാൻ താൽപ്പര്യമുണ്ട് എന്ന് മച്ചാഡോ കഴിഞ്ഞ ആഴ്ച താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇതിനെതിരെ നൊബേൽ കമ്മിറ്റി തന്നെ രംഗത്തെത്തിയിരുന്നു. ഒരിക്കൽ നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പിൻവലിക്കാനോ പങ്കുവെക്കാനോ കൈമാറാനോ സാധിക്കില്ല എന്നാണ് നൊബേൽ കമ്മിറ്റി വ്യക്തമാക്കിയത്. നൊബേലിന്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്നും കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതൊന്നും വകവെക്കാതെ മച്ചാഡോ വൈറ്റ് ഹൗസിലെത്തുകയും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ട്രംപിന് ആ നൊബേൽ സമ്മാനം കൊടുക്കുകയും ചെയ്തു. ലോകത്തെ ഒന്നടങ്കം അമ്പരപ്പിച്ചുകൊണ്ടാണ് അങ്ങനെയൊരു നീക്കം നടന്നത്. കാരണം ഏറെ നാളായി ട്രംപ് നൊബേൽ സമ്മാനത്തിന് വേണ്ടി കൊതിക്കുകയായിരുന്നു. തനിക്ക് നൊബേൽ സമ്മാനത്തിനുള്ള അർഹതയുണ്ട് എന്ന് പലപ്പോഴും ട്രംപ് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ലോകത്തെ അറിയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തെ നൊബേൽ സമ്മാനം മച്ചാഡോയ്ക്ക് ലഭിച്ചപ്പോൾ ട്രംപിന് ഏറെ നിരാശയാവുകയും ചെയ്തിരുന്നു. പക്ഷേ ആ നൊബേൽ സമ്മാനം ഇപ്പോൾ ആ നൊബേൽ സമ്മാന ജേതാവ് തന്നെ ട്രംപിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് അതിശയകരമായ വാർത്ത.